കൊല്ലം കിഴക്ക് ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സേലത്തെ ധനവാലാണ് മരിച്ചത്. 21 പേർ പുല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ആര്യങ്കാവിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ സ്പോട്ടിലെത്തിയപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത്? SKN, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന ആ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ലോറിയാണ് ഈ അപകടം ഉണ്ടാക്കിയത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്ന് മെറ്റലുമായി വന്ന ലോറിയാണ്. അത് കരുനാഗപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുലർച്ചെ 4-നും 4:30-ക്കും ഇടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ലോറി ഏതാണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡ്, അതായത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്, പഴയ ചെക്ക് പോസ്റ്റിന് അടുത്തുള്ള റോഡാണ്. തെന്മലയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഈ ബസ് ശബരിമല ദർശനം കഴിഞ്ഞ അയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. അവർ ചെങ്കോട്ടയിലേക്ക് പോകുന്ന ആ പാതയാണിത്. അവിടുന്ന് ഏതാണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഏതാണ്ട് 20 മീറ്റർ അപ്പുറത്താണ് ഈ അപകടം നടക്കുന്നത്. ഈ ലോറി തെന്മലയിലേക്ക് വരികയായിരുന്നു. ന്യൂട്രലിലാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഒരു കാർ വരുന്നു. ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഈ ചെങ്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരുന്ന അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ബസ് അതിനെ ഇടിച്ച് ഏതാണ്ട് 20 മീറ്റർ നിരക്കി ഈ സംരക്ഷണ ഭിത്തിയും പൊളിച്ചുകൊണ്ട് ഇത് താഴെ ഏതാണ്ട് 20 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഈ ബസ്സിനകത്ത് 24 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ടടുത്തൊരു തോടുണ്ട്. ഈ ബസ്സിനകത്ത് നിന്ന് 2 പേർ ഈ അപകട സമയത്ത് തെറിച്ച് റോഡിലേക്ക് വീണ്. അതിൽ ഒരാളാണ് ഈ മരിച്ച സേലം സ്വദേശി ധനപാലൻ എന്ന് പറയുന്ന ആൾ. ബാക്കി 23 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരെ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എത്ര മണിയോടെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം പറ്റിയത്? രാവിലെ ഒരു 3 മണി കഴിഞ്ഞ് 4:30ക്കും 3 മണി കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. സാധാരണ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ലോഡുമായിട്ട് വരുന്ന വണ്ടികൾ, എല്ലാ വണ്ടികളും ന്യൂട്രലാണ് വരുന്നത്, ഡീസൽ ലാഭിക്കാൻ. കാര്യം ഒരു 1-2 കിലോമീറ്ററോളം ലാഭിക്കാവുന്ന ഇതിലാണ് പല അപകടങ്ങളും. ഇതിൻ്റെ പേരിൽ പല അപകടങ്ങളും ടിപ്പറായാലും ഇതേപോലെ തന്നെ പ്ലാറ്റ്ഫോം വണ്ടി ആയാലും ഈ വണ്ടിയിൽ കയറാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അമിതമായിട്ടുള്ള ലോഡും കയറ്റിയാണ് ഈ പറയുന്ന വണ്ടികൾ ഇവിടെ അങ്ങോട്ട് ഈ പറയുന്ന സീസണിലായാലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം അപകടം. എവിടെ ഒരു ഇറക്കം കിട്ടുന്നോ അവിടെ നിരന്തരം അപകടം സംഭവിക്കുന്നത് ഈ പറയുന്ന അശ്രദ്ധയും അതേപോലെ തന്നെ ന്യൂട്രൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ സംഭവം അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന നാട്ടുകാരനാണ്. ചേട്ടാ, ഈ സമയത്ത് ഈ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറൊക്കെ ഇറങ്ങി ഓടുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? ലോറി ഡ്രൈവർ സംഭവം നടന്ന ഓടിപ്പോയി. ഈ അപകടം നടന്ന സമയത്ത് 2 പേര് തെറിച്ചു വീണു. അതിലൊരാളാണല്ലോ മരിച്ചത്. ഈ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? നമ്മൾ കയറ് കെട്ടി താഴെ ഇറങ്ങി അവിടുന്ന് സ്വാമിമാർ നമ്മളെല്ലാം കൂടി രക്ഷപ്പെടുത്തുമായിരുന്നു. നല്ല ഇരുട്ടായിരുന്നില്ലേ ആ സമയത്ത്? മഴ വല്ലതും ഉണ്ടായിരുന്നു? മഴയൊന്നുമില്ലായിരുന്നു, കൂരിരുട്ടായിരുന്നു. പോസ്റ്റ് തട്ടി അപകടം എങ്ങനെയായിരിക്കും ഈ അപകടം സംഭവിച്ചിട്ടുണ്ടാവും? നമുക്കെന്ന് പറഞ്ഞാൽ ഈ അമിതമായിട്ട് ലോഡ് കയറ്റി വണ്ടി ന്യൂട്രലാണ് വരുന്നത്. യാതൊരു നിയന്ത്രണവുമില്ല. അവർ വരുന്ന വഴിക്ക് കണ്ട വണ്ടികളെല്ലാം തട്ടി ഇങ്ങനെ നിരന്തരം ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം താഴെ ഒരു എക്സൈസ് കൂസി പോയി ഇതുപോലെ വണ്ടി ഇടിച്ചു കയറി അപകടം ഉണ്ടായി. അതിനൊരു 2 വർഷം മുമ്പേ ഇവിടെ വണ്ടികൾ ഇടിച്ച് ഈ സെയിൽ ടാക്സി ജംഗ്ഷനിൽ മരണപ്പെട്ടിട്ടുണ്ട് ആളുകൾ. 3-4 പേർക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. നിരന്തരം ഈ വണ്ടികൾ ന്യൂട്രലാണ് രാത്രി വരുന്നത്. അത് ഈ അമിത ലോഡ് കയറ്റുന്ന വണ്ടി രാത്രിയിലെ തമിഴ്നാട്ടിൽ നിന്ന് കടത്തി വിടുന്നുള്ളൂ. അവർ ആ സമയം കൊണ്ട് ഓടിയെത്താൻ വേണ്ടിയിട്ട് മാക്സിമം എങ്ങനെയെങ്കിലും ഓടിയെത്തുക. ആ സമയത്ത് ഈ ആൾക്കാരുടെ സ്വാമിമാരെ മറ്റൊന്നൊരു ശ്രദ്ധയില്ലാതെ സംഭവിച്ച് പോകുന്നതാണ്. അപ്പം അങ്ങനെയാണ് സ്കെയിൻ സംഭവിച്ചത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഈ അപകടത്തിൽ.